സർക്കാർ നല്ല ഭരണം നടത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. വയനാട്ടിൽ ഏത് മന്ത്രി വന്നാലും വയനാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല. വയനാട് ഇത്രയും ദുരിതം മറ്റു കാര്യങ്ങളുണ്ടായതല്ലേ, അവരെല്ലാം സഹായിച്ചത്. ഒരു കാര്യം നോക്കിയില്ലല്ലോ. എന്നിട്ട് വയനാട്ടിൽ എന്തെങ്കിലും ചെയ്യും നമുക്ക് നോക്കാം. പറയാനല്ല, ഞങ്ങളെന്ന് താഴെ തട്ട് തന്നെ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാത്തിരുന്ന് കാണാം. കേരളത്തിൽ പുതിയ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിൽ എന്തൊക്കെ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്, കൽപ്പറ്റയിലെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാനാണ് ഇന്ന് നമ്മൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. കൽപ്പറ്റയിലെ ഈ തെരുവോരങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുകയാണ്. എന്ത് പറയാനാ മോനെ, ആര് ഭരിച്ചാലും വേണ്ടില്ല, നല്ല ഭരണം കാഴ്ചവെക്കണം, നമ്മളെപ്പോലത്തെ സഹായിക്കണം, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നല്ല പ്രതീക്ഷയുണ്ട് പുതിയ മന്ത്രിസഭ വന്നതിൽ. 5 വർഷം തേച്ച് ഭരിക്കാൻ സാധിക്കട്ടെ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യട്ടെ. സർക്കാരിനോട് പറയാനൊന്നുമില്ല, എല്ലാവരും ചെയ്യട്ടെ, നന്നായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനു മുമ്പുള്ള സംവിധാനങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ ചെയ്തു. അപ്പോൾ ഇനിയുള്ള ഇതിന് അവസരം കൊടുക്കുക, സമയമെടുക്കും, ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് രോഗികൾക്കൊക്കെ നല്ല സഹായം, ചികിത്സാ സഹായമൊക്കെ കൂടുതൽ വരട്ടെ. കർഷകർക്ക് പ്രത്യേകിച്ച്, ഞങ്ങളൊക്കെ കർഷക കുടുംബത്തിലുള്ളവരാണ്. പാവങ്ങളെ സഹായിക്കുന്ന ഒരു സർക്കാരായാൽ മതിയായിരുന്നു, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളായി നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവർക്കും സേവനം ചെയ്യാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. എല്ലാവരും നല്ല രീതിയിൽ കാണണം, എല്ലാവർക്കും നല്ല സഹായങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ നല്ല ജനപ്രിയ പരിപാടികളും തുടർന്നു കൊണ്ടുപോകണം. പെൻഷൻ മുടങ്ങരുത്, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നല്ല ഭരണം കാഴ്ചവെക്കട്ടെ, അത്രേ പറയാനുള്ളൂ. നമ്മളെ കേരളം നന്നായിട്ട് ഭരിച്ചു പോകണം, നന്നായിട്ട് എടുക്കണം. പുതിയ സർക്കാരിന് എല്ലാ ആശംസകളും നേരുന്നു. പുതിയ സർക്കാർ വന്ന പഴയ സർക്കാർ വന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ തന്നെയാണ്. ഓനെന്നും പണിയെടുത്ത് നയിച്ചാലേ അവന് ജീവിക്കാൻ പറ്റുള്ളൂ. നല്ല ഭരണമാവട്ടെ, പെൻഷൻ പൈസയൊക്കെ കൂട്ടട്ടെ. ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഇരട്ടി വിലയാണ്. അത് മാർക്കറ്റിൽ നമ്മൾ ഓരോ സാധനങ്ങളെ വില അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു നടപടിയെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ KSRTCയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു സ്ത്രീകൾക്ക്, അതൊക്കെ വരുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല അഭിപ്രായം തന്നെ. നല്ലൊരു ഭരണം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ അടുത്ത് ആ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ളതും അത് പ്രത്യേകിച്ച് വേണം, അല്ലേ? ഇപ്പം നമ്മൾ ഇത്ര നേരം അഭിപ്രായം എടുത്താൽ സ്ത്രീകൾ പറഞ്ഞത് സൗജന്യ യാത്രനെ അവർ സ്വാഗതം ചെയ്തു, യുവാക്കളത് വണ്ടീനെ സ്വാഗതം ചെയ്യുന്നു, വണ്ടിക്ക് മോഡിഫിക്കേഷൻ, അങ്ങനെ കുറേയേറെ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായമാണ് വന്നതിൽ. കാരണം ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം, ജനങ്ങൾ തന്നെ, പാർട്ടി തന്നെ അവരെ ആ ധിക്കാരപരമായ ഒരു സർക്കാരിനെ പാർട്ടിക്കാർ തന്നെ പുറത്താക്കിയത്. നല്ലൊരു ഭരണം വരട്ടെ. ടി സിദ്ദീഖ് ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നുണ്ട്. വയനാട്ടിലല്ല, കേരളത്തിലെ മൊത്തത്തിലുള്ള ആളുകൾക്ക് ഗുണകരമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരാളാണ്. ഈ ചൂരമല പ്രളയത്തിലേക്ക് മുമ്പ് അത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്താ പറയുക, ഭാവിയിൽ കൽപ്പറ്റ അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ വൈദ്യുതി മേഖലയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ടി സിദ്ദീഖിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. നല്ല കാര്യമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേളുമായിരുന്നു, ഈ പ്രാവശ്യം നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു MLA കിട്ടിയിട്ടുണ്ട്. വന്യമൃഗത്തിൻ്റെ കൂടും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുവാണെങ്കിൽ ആ മന്ത്രിക്ക് നല്ലതായിരിക്കും. വയനാട്ടുകാർ കാണിച്ചത് അത്ര നല്ലതല്ലല്ലോ. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിലെ വയനാട് ഇത്രയും ദുരിതം മറ്റു കാര്യങ്ങളുണ്ടായതല്ലേ, അവരെല്ലാം സഹായിച്ചത്. ഒരു കാര്യം നോക്കിയില്ലല്ലോ. അയാൾ MLA ആയതിനു ശേഷം അയാൾ ഈ ലൈറ്റില്ല, എന്താ ലൈറ്റ്, ലൈറ്റ് അവിടെയൊക്കെ ഫിറ്റ് ചെയ്തു. എല്ലാം ഭരണം നല്ലോണം നോക്കിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പാവങ്ങൾക്കൊക്കെ നല്ല സഹായം ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തി അത് നല്ലപോലെ നടപ്പിലാക്കുക. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. മന്ത്രിയായതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. ടി സിദ്ദീഖ് വന്നതിൽ സന്തോഷം. വയനാട് ഒരു മന്ത്രിനെ കിട്ടിയത്. ഈ ബാംഗ്ലൂർ കേരള ഉള്ള നൈറ്റ് സർവീസ് ഒന്ന് പുനരാരംഭിക്കുകയാണെങ്കിൽ 2 സ്ഥലത്തും കോൺഗ്രസ് അധികാരത്തിലുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഉണ്ടായിരുന്ന ഭരണത്തെക്കാളും മുന്നോട്ടുള്ള ഇനി വരുന്ന ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ള നല്ലൊരു വാഗ്ദാനമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ അവർക്കൊക്കെ പുതിയ സർക്കാരിൽ സന്തോഷമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് വി.ഡി. സതീശൻ സർക്കാർ ഉയരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.